ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കാണ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം നിങ്ങളെല്ലാവരും വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ധാരാളം പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് ഡ്യൂട്ടിയുടെ കുറച്ച് തിരക്കുകളുള്ളതുകൊണ്ടാണ് വീഡിയോ ലേറ്റ് ആയത്. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു ഈ ആഴ്ച നമുക്ക് വീഡിയോ കുറച്ച് ലേറ്റ് ആവും, മിഡ് നൈറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വീഡിയോ കിട്ടും. ഓക്കെ, നിങ്ങൾ ക്ഷമിക്കുക, ഈ ഒരാഴ്ച കുറച്ച് ഡ്യൂട്ടി തിരക്കുള്ളതുകൊണ്ടാണ്, ഡ്യൂട്ടിയുടെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് വീഡിയോ ലേറ്റ് ആകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒത്തിരി സംസാരിച്ച സമയങ്ങളാണ് മാർക്കറ്റിലോട്ട് വരാം. ഇന്നത്തെ മാർക്കറ്റിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ തള്ളി മറിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ സംഭവം ഇതിനകത്തിലുണ്ട്. ഓക്കെ, തള്ളി മറിക്കാനാണെങ്കിൽ എനിക്കിന്ന് തള്ളി മറിച്ച് തകർക്കാം. കാരണം എന്താണ്, എൻ്റെ ലെവലുകളെല്ലാം വളരെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്ത് ഞാൻ താഴെ വരച്ച സപ്പോർട്ട് 23,000 വരച്ച് അവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം എൻ്റെ ടാർഗറ്റ് 1, 2, 3 എൻ്റെ 3 ടാർഗറ്റും അടിച്ചു എന്ന് എനിക്ക് അവകാശവാദം ഉന്നയിക്കാം, തള്ളി മറിക്കാം. എനിക്ക് എൻ്റെ ലെവൽ കറക്റ്റായിരുന്നു സ്ഥാപിക്കാൻ വേണ്ടി എനിക്ക് എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. കാരണം ഇതൊരിക്കലും ഒരു പ്രാക്ടിക്കൽ സംഗതിയല്ല, ഒരിക്കലും പ്രാക്ടിക്കലായിട്ടുള്ളൊരു സംഗതി അല്ല. ഞാൻ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്രൂപ്പിൽ വളരെ ക്ലിയറായിട്ട് ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു, ഇന്നത്തെ മാർക്കറ്റ് വളരെ ഒരു ട്രിക്കി മാർക്കറ്റ് ആയിരിക്കും, നിങ്ങൾ കഴിവതും ട്രേഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതനുസരിച്ച് ധാരാളം പേരുണ്ട്, അതനുസരിക്കാത്ത കുറച്ച് പേരുണ്ട്. ഓക്കെ, അവർ രണ്ടുപേരും അതിൻ്റെ ഫലം അനുഭവിച്ചു എന്ന് തിരിച്ചെനിക്ക് ഒരു മെസ്സേജ് ഇടുകയും ചെയ്തു. ഓക്കെ, അപ്പം അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ പറ്റിയത് പറ്റി, പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞത് കഴിഞ്ഞ്, ഇനിയിപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ എന്താണ് പറഞ്ഞത്, ഇത് നമ്മുടെ റേഞ്ച് ആയിരുന്നു ഇല്ലേ, ഇത് നമ്മുടെ റേഞ്ച് ആയിരുന്നു. ഈ റേഞ്ചിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ ട്രേഡിനെ പറ്റി ചിന്തിക്കാവെന്ന് പറഞ്ഞു ഇല്ലേ. അതിന് ശേഷം ഞാൻ പറഞ്ഞു, ഇതിന് താഴെയോ അല്ലെങ്കിൽ മുകളിലോ, ഓക്കെ, ഇതിന് താഴെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിങ്, നല്ല ഫുൾ ബോഡി ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു ട്രേഡ് നോക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് കൂടി വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുവാണെങ്കിൽ ഇവിടെ ഒരു ട്രേഡ് എടുക്കാം. ഈ 2 ക്രൈറ്റീരിയ ആണ് പറഞ്ഞത്. ഞാൻ കുറച്ചൊന്ന് വലുതാക്കി കാണിക്കാം. ഓക്കെ, ഒരു മിനിറ്റ്, ഇവിടെ 1-2 പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ വലുതാക്കി കാണിക്കാമെന്ന് പറഞ്ഞത്. ഓക്കെ, ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ്. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോണം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണേ, ശ്രദ്ധിച്ച് കേട്ടോണം. ഞാൻ എന്താ പറഞ്ഞത്, മാർക്കറ്റ് നമുക്കിവിടെ ഓപ്പൺ ചെയ്യും. ഇതാണ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഓപ്പണിങ്. ഈ ഡോട്ടഡ് ലൈനാണ് ഓപ്പണിങ്. അതിന് ശേഷം മാർക്കറ്റ് ഇവിടെ നേരെ താഴോട്ട് വന്നു. ഫസ്റ്റ് ക്യാൻഡിൽ വീണു, ഇത് സെക്കൻഡ് ക്യാൻഡിൽ വീണു. ഓക്കെ, അപ്പം നമ്മളൊരു ട്രേഡ് എടുക്കണമെങ്കിൽ ഉള്ള ക്രൈറ്റീരിയ എന്ന് ഞാൻ നിങ്ങളെ എന്താ പഠിപ്പിച്ചേക്കുന്നത്. ഇപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റ് ഇവിടെ നടുക്കും നമ്മൾ ഒരിക്കലും ട്രേഡ് എടുക്കല്ല. ഇവിടെ ഈ റേഞ്ചിനകത്ത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ എന്താ, വീണ്ടും ഞാൻ പറയുക. ഓക്കെ, ഒന്നുകിൽ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ചു പോകണം അല്ലേ, അല്ലെങ്കിൽ ഇവിടെ വന്ന് റെസിസ്റ്റൻസ് എടുത്ത് നേരെ മാർക്കറ്റ് തിരിച്ചു വരണം, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യണം. 4 സിനാരിയോ ഉള്ളത് ഇല്ലേ. ഒന്നുകിൽ ഇവിടെ വന്ന് റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ചു വരണം, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം. 2, ഇവിടെ താഴെ വന്ന് സപ്പോർട്ട് എടുക്കണം. 3, സപ്പോർട്ട് തിരിച്ച് കയറണം. 4, 3, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരണം. 4 സിനാരിയോ നമുക്കിവിടെ എന്നാൽ എല്ലാ ദിവസവും നമുക്കുള്ള സിനാരിയോ 4 സിനാരിയോ ഇല്ലേ. ഈ 4 സിനാരിയോയിൽ ഏതെങ്കിലും ഒരു സിനാരിയോ, ഈ 4 ഐറ്റം പറഞ്ഞതിൽ ഏതെങ്കിലും ഒരെണ്ണം ശരിക്കും നമ്മുടെ ക്രൈറ്റീരിയ അനുസരിച്ച് ഫുൾഫില്ലായോ? ഒരിക്കലും ഇല്ല. ഞാൻ തെളിയിച്ച് കാണിക്കാം. നിങ്ങളെല്ലാവരും കുറച്ച് പേര്, എനിക്കൊരു 5-6 പേര് പേഴ്സണൽ മെസ്സേജ് അയച്ചു, ഞങ്ങൾ ഇവിടുന്ന് സാർ ബുള്ളിഷ് കണ്ടു, ഇവിടുന്ന് ഗ്രീൻ ക്യാൻഡിൽ കണ്ട് ഞങ്ങൾ സി എടുത്തു പക്ഷെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയി എന്ന് പറഞ്ഞു ഇല്ലേ. നിങ്ങൾ ഈ ക്യാൻഡിൽ, ഓക്കെ, ഇവിടുന്ന് ഫസ്റ്റ് ക്യാൻഡിൽ വീണു, സെക്കൻഡ് ക്യാൻഡിൽ വീണു, തേർഡ് ക്യാൻഡിലും റെഡ് ക്യാൻഡിൽ വന്ന ശേഷം ഒരു ഗ്രീൻ ഡോജി അല്ല, ഒരു ഹാമർ പോലെ അല്ലെങ്കിൽ ഒരു സ്പിന്നിങ് ടോപ്പ് പോലെ ഇവിടെ വന്ന് എന്ത് ചെയ്തു, ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഇവിടെ ഒരു ഡോജി ഫോർമേഷൻ വന്നു. ഇവിടെ ഒന്നും നമുക്കൊരു കൺഫർമേഷൻ ഇല്ല, താഴോട്ട് ഉണ്ടോ. ഇവിടെ ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ താഴോട്ട് റെഡ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ 80% ബോഡി വേണം ഇല്ലേ. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞിരിക്കുന്നത്. 80% ഫുൾ ബോഡി ഉള്ള ഒരു ക്യാൻഡിൽ താഴോട്ട് ക്ലോസ് ചെയ്താൽ നിങ്ങൾക്ക് താഴോട്ട് മാറി നോക്കാം. മോളോട്ടാണെങ്കിലോ അതുപോലെ തന്നെ നിങ്ങൾക്ക് 80% ബോഡിയുള്ള ഒരു ക്യാൻഡിൽ ഇത് ലൈനിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ട്രേഡ് എടുക്കാം. ഇങ്ങനെയല്ലേ ഞാൻ പഠിപ്പിച്ചേക്കുന്നത്. എന്തെങ്കിലും സംഭവിച്ചോ ഇവിടെ, നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ നോക്കിക്കേ നിങ്ങൾ.
ഇത് എത്ര ശതമാനമുണ്ട് നിങ്ങൾ നോക്കുക. ഇത് 25% ലൈനിന് താഴെ വന്നത്. ബാക്കി 75% ഒരു 30% ഒരു വിക്കുണ്ട് അതിന്. ബാക്കി എത്ര ഉണ്ട്? ഒരു 35-40% മാത്രമേ ഉള്ളൂ നമുക്കിവിടെ ഒരു 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 ഇതിന് ബോഡി എന്ന് പറയാൻ, ഇല്ലേ? അങ്ങനല്ലേ? അങ്ങനെയുള്ളത് നിങ്ങൾ എങ്ങനെ ട്രേഡ് എടുക്കും? പറയൂ, എങ്ങനെ ട്രേഡ് എടുക്കും? ഞാൻ പറയുന്നത് 75-80% ഞാൻ പറഞ്ഞിരിക്കുന്നത് ബോഡി വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ഉണ്ടോ സാധനം? ഇല്ല. അപ്പോൾ കുറച്ച് താഴെ ഇവിടെ, ബാക്കി വിക്കും അതിൻ്റെ കുറച്ച് ബോഡിയും കൂടെ ഉള്ളൂ. ഇവിടെ എങ്ങനെ നിങ്ങൾ ട്രേഡ് എടുക്കും? കൺഫർമേഷൻ ഉണ്ടോ? ഇല്ല. ഇനി നമുക്ക് അടുത്ത ക്യാൻഡിൽ നോക്കാം. അടുത്ത ക്യാൻഡിൽ നോക്കിക്കേ, അതിൻ്റെ ഒരു കൺഫർമേഷൻ ഉണ്ടോ? ഇല്ല. ഒരു ഡോജ് പോലെ ഒരു ചെറിയ ഒരു ക്യാൻഡിലാണ് അവിടെ ഫോൺ ചെയ്ത്, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലാണ്. ഒരു ഇൻഡിസിഷണൽ ക്യാൻഡിലാണ് ഈ ഗ്രീൻ ക്യാൻഡിൽ, ഇല്ലേ? ഇവിടെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റുമോ? ഇല്ല. അതിന് ശേഷം നോക്കിക്കേ, വീണ്ടും ഒരു റെഡ് ക്യാൻഡിൽ വന്നു. ഇനി താഴോട്ടുള്ള ട്രേഡ് നോക്കാം നമുക്ക്. വീണ്ടും റെഡ് ക്യാൻഡിൽ വന്നു. ഓക്കെ, റെഡ് ക്യാൻഡിൽ വന്നപ്പോൾ എന്തുവായി? ഇത് ഫുൾ ബോഡിയാണ്. പക്ഷേ എന്താ സംഭവിച്ചേക്കുന്നത്? ഈ ഫുൾ ക്യാൻഡിലിൻ്റെ 75% ലൈനിൻ്റെ മുകളിലാണ്, ഇല്ലേ? ബാക്കി 25% ഉള്ളു താഴെ. അപ്പോൾ നമുക്കിവിടെ ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ആയ താഴോട്ട് ട്രേഡ് നോക്കാൻ മുകളിലത്തെ കാര്യം കഴിഞ്ഞു. താഴോട്ട് നോക്കാൻ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടോ? ഇല്ല. അടുത്ത ക്യാൻഡിൽ നോക്കിക്കേ. അടുത്ത ക്യാൻഡിൽ നമുക്കിവിടെ ക്ലോസിങ് കിട്ടി. പക്ഷേ ഇതെന്താണ്? ഇൻഡിസിഷണൽ ക്യാൻഡിലാണ്. മുകളോട്ടും ഇല്ല താഴോട്ടും ഇല്ല, ഒരു ചെറിയ ബോഡി മാത്രമുണ്ട്. അടുത്ത ക്യാൻഡിൽ നോക്കിക്കേ, ഒരു സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിൽ ഗ്രീൻ ക്ലോസ് ചെയ്തേക്കുന്നു. അടുത്ത ക്യാൻഡിൽ നോക്കിക്കേ, അതും ഒരു ഫുൾ ബോഡി നമുക്കുണ്ടോ? ഇല്ല. മുകളിലും കുറച്ച് വിക്ക്, താഴെയും കുറച്ചു. അടുത്ത് നോക്കിക്കേ, അടുത്തതും വിക്കുള്ളത്. ഇവിടെ എവിടെയെങ്കിലും നമ്മുടെ ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ആവുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ നമ്മൾ പറയുന്ന തിയറിയുടെ അടിസ്ഥാനമാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളോട്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഇതിന് താഴോട്ട്? ഇല്ല. മുകളോട്ടുണ്ടോ? ഇല്ല. ഞാൻ ഇതിന് ഈ ക്യാൻഡിൽ വീണപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ സിക്കാരെല്ലാം പെട്ടില്ലേ എന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾ സി എടുത്തവരെല്ലാം പെട്ടില്ലേ എന്ന് ഞാൻ കൃത്യമായിട്ട് ഗ്രൂപ്പിൽ ചോദിച്ചു, ഇല്ലേ? എല്ലാവരും പെട്ടു. അതിനുശേഷം ഇവിടുന്ന് പി വന്നു. ഓക്കെ, ഇവിടെ ചാടി കയറി ഇവിടെ പി എടുത്തെന്ന് വിചാരിച്ചു. എത്ര നേരം നിങ്ങളിത് ഹോൾഡ് ചെയ്യും? ഇതൊക്കെ ഗ്രീൻ വന്നതിന് ശേഷമാണ് നിങ്ങൾ ഈ റെഡ് കാണുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ എപ്പോഴും ഒരു ട്രേഡ് എടുക്കുമ്പം എല്ലാ സൈഡും കൺഫർമേഷൻ നോക്കണം. ഒരു ദിവസം ട്രേഡ് എടുത്തെന്ന് പറഞ്ഞ് നിങ്ങൾ ചത്തൊന്നും പോകത്തില്ല. നിങ്ങളുടെ പൈസ നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ ഇരിക്കത്തുള്ളൂ. നിങ്ങൾ അത് ആദ്യം ചിന്തിക്കുക. എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണമെന്ന് ഇത്ര നിർബന്ധം എന്തുവാ നിങ്ങൾക്ക്? എല്ലാ ദിവസവും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണം ഇത്ര നിർബന്ധം എന്തുവാ? അങ്ങനെ നിർബന്ധം പിടിക്കാൻ പാടില്ല. നമ്മൾക്ക് അവസരം വരുമ്പോൾ മാത്രം ആ അവസരത്തിന് വേണ്ടി കാത്തിരുന്ന് ട്രേഡ് എടുക്കുക. അതാണ് ഒരു നല്ല ട്രേഡറിൻ്റെ ലക്ഷണം. അല്ലാതെ എന്നും രാവിലെ നേരം വെളുക്കെ 9-15 ആകുമ്പോൾ വന്നിട്ട് ചുവപ്പാണെങ്കിൽ പി, പച്ചയാണ് സി എടുക്കുന്ന പരിപാടി നിങ്ങൾ നിർത്തുക. ഇനിയെങ്കിലും നിങ്ങൾ നിർത്തുക. ഇന്നത്തെ എത്ര പൈസ നിങ്ങളുടെ പോയി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ട്രേഡ് ഇല്ലാത്ത ഒരു മാർക്കറ്റിൽ വന്ന് നിങ്ങൾ ട്രേഡ് എടുത്ത് നിങ്ങളുടെ എത്ര പൈസ പോയി? നിങ്ങൾക്ക് എത്ര പേർക്ക് വിൻ ചെയ്യാൻ പറ്റി? നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തൂ. നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റി? ഇത്രയും വലിയ ഫോള് കിട്ടി. 350 പോയിന്റ് മാർക്കറ്റ് താഴോട്ട് പൊട്ടി. ഓക്കെ, താഴോട്ട് പൊട്ടി. പക്ഷെ നിങ്ങൾ എത്ര പേര് നിങ്ങളിപ്പോൾ ആത്മാർത്ഥമായിട്ട് നെഞ്ചത്ത് കൈവച്ച് പറയും, നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു 100 പോയിന്റ് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റി? 100 പോയിന്റ് ഗെയിൻ ചെയ്തവർ നിങ്ങൾ ഈ താഴെ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോയുടെ താഴെ നിങ്ങളൊന്ന് കമൻറ്റ്, 100 പോയിന്റ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി എന്ന് ആത്മാർത്ഥമായിട്ട് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുന്നവർ നിങ്ങൾ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം പ്ലീസ്. എനിക്ക് അവരെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. എനിക്ക് പറ്റിയില്ല, ഞാൻ എടുത്തുമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ മാർക്കറ്റ് ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല എന്ന് അസന്നിഗ്ധമായിട്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് ഗ്രൂപ്പിൽ എഴുതി. ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ എന്തിനാ ട്രേഡ് ചെയ്യുന്നത്? ബെനിഫിറ്റിന് വേണ്ടിയാണ് ട്രേഡ് ചെയ്യുന്നത്, അല്ലാതെ പൈസ കൊണ്ട് കളയാനല്ലല്ലോ. ആണോ? നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടണം. നമ്മൾ പഠിക്കുക, ദിവസവും ഇന്ന് പഠിക്കുക. ഓരോ കാര്യങ്ങളും ഞാനിങ്ങനെ പറഞ്ഞു തരിക. നിങ്ങൾ അതിനകത്ത് ഒരു 100% ആത്മാർത്ഥത കാണിച്ചില്ലെങ്കിൽ ഒരു 25% ആത്മാർത്ഥത കാണിച്ചാൽ തന്നെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിജയിക്കാൻ പറ്റും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് പറയുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. എന്നെങ്കിലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. പഠിക്കാതെ ആത്മസംയമനം പാലിക്കാതെ നിങ്ങൾക്കൊരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതിന് ആത്മസംയമനം വേണം. ട്രേഡ് എടുക്കേണ്ടിടത്ത് എടുക്കേണ്ടാത്തടത്ത് നമ്മൾ അനങ്ങാതിരിക്കാനൊക്കെ പഠിക്കണം. ഇല്ല അടച്ചു വെച്ചിട്ട് പോകണം നിങ്ങൾ എങ്ങോട്ടെങ്കിലും. ഓക്കെ, പിന്നെ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇപ്പോൾ ഇന്ന് മാർക്കറ്റ് 350 പോയിന്റ് വീണു. ഓക്കെ, ആരും പ്രതീക്ഷിച്ചില്ല 100-150 പോയിന്റ് അവിടെ വരെ കുറേ നേരം ഇങ്ങനെ ഓളം തല്ലി നിന്നിട്ട്. മിനിറ്റ് ഒന്ന് ചെറുതാക്കിക്കോട്ടെ. കുറച്ച് നേരം മാർക്കറ്റ് ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തില്ലേ? ഇവിടെ വന്നതിന് ശേഷം മാർക്കറ്റ്
മാർക്കറ്റ് ഇവിടെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ കൺസോൾഡേറ്റ് ചെയ്ത് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് കയറുമെന്ന് നമ്മൾ വിചാരിച്ചു ഇല്ലേ? പക്ഷേങ്കിൽ ഇവിടെ നിന്ന് ഒരു ഭയങ്കരമായിട്ടൊരു 3 ക്യാൻഡിൽ 1, 2, 3 20 മിനിറ്റ് കൊണ്ട് മാർക്കറ്റ് ഏകദേശം 250 നിന്ന് 23 220 നിന്ന് 23,000 വന്നു. 23,000 വന്നു. അതായത് 250 പോയിൻറ്റിൻ്റെ വീഴ്ച 250 പോയിൻറ്റിൻ്റെ വീഴ്ച 20 മിനിറ്റ് കൊണ്ട് സംഭവിച്ചു കഴിഞ്ഞു മാർക്കറ്റിൽ. മനസ്സിലായി? ആർക്കെങ്കിലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റിയോ? ആർക്കെങ്കിലും പറ്റിയോ? എനിക്ക് വേണേൽ പറയാം, ഓക്കെ കണ്ടോ ഞാൻ വരച്ച സപ്പോർട്ട് വന്ന് കണ്ട് മാർക്കറ്റ് കറക്റ്റ് വന്ന് സപ്പോർട്ട് എടുത്ത് കണ്ടോ ഇത്രയും പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയില്ലേ, നിങ്ങൾ എടുത്തില്ലേ എന്നൊക്കെ ചോദിക്കാം എനിക്ക്. മാക്കു ഫൈദ ഒരു കാര്യമില്ല. ഞാൻ ഈ പറയുന്നുണ്ട് യാതൊരു അടിസ്ഥാനമില്ല, തള്ളാമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ? അതിന് ശേഷം ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാനൊരു ട്രേഡ് നിങ്ങളോട് പറഞ്ഞു. ഇവിടെ വന്ന് പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടവർക്ക് മാത്രം 22,985 ഇട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ട്രേഡ് ഇവിടെ നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അത് എഴുതി ടൈപ്പ് ചെയ്തപ്പോഴത്തേക്ക് സാധനം പറന്ന് ഇവിടം വരെ എത്തി. ഓക്കെ, 10-20 പോയിന്റ് കിട്ടിയവർക്ക് കിട്ടിയെന്ന് പറയാം. എനിക്ക് തോന്നുന്നില്ല അത് കിട്ടിയെന്ന്. അപ്പോഴത്തേക്ക് മാർക്കറ്റ് പറന്ന് പോയി കഴിഞ്ഞു. മനസ്സിലായി? നമുക്ക് ട്രേഡ് ഇല്ലാത്തടത്ത് നമ്മൾ ട്രേഡ് ഉണ്ടാക്കാൻ, നമ്മളൊരു കാര്യം ആലോചിക്കും, നമുക്ക് ട്രേഡ് ഇല്ലാത്തടത്ത് നമ്മൾ ട്രേഡ് ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അത് 95% പരാജയമാകത്തുള്ളൂ. ട്രേഡ് ഇല്ലാത്ത മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ഒരിക്കലും ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഈ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് പരാജയം, നമ്മുടെ നഷ്ടത്തിൻ്റെ ഭീകരത വളരെയായിട്ട് കൂടുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ കൂളായിട്ട് അനങ്ങാതിരിക്കണമെന്നേ. ചുമ്മാ നോക്കിയിരുന്ന് നിങ്ങൾ പഠിക്കുക, എന്താ അവിടെ സംഭവിക്കുന്നത് നോക്കുക. നമുക്ക് ഇങ്ങനെയുള്ള മാർക്കറ്റ് നിങ്ങൾ നോക്കിയിരുന്നുള്ള ഗുണം, ഇതുപോലൊരു മാർക്കറ്റ് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൽ നിങ്ങൾ നോക്കിയിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു മാർക്കറ്റ് ഇനിയും വരാൻ സാധ്യതയുണ്ട്. എപ്പോഴെങ്കിലും 1 മാസമോ 2 മാസമോ 3 മാസമോ 6 മാസം കഴിയുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാർക്കറ്റ് വരും. മനസ്സിലായോ? അങ്ങനെ ഒരു മാർക്കറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ആ മാർക്കറ്റിൽ കണ്ടോ അന്ന് അത് സംഭവിച്ചു ഇതുപോലാണ്, അങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കും എന്ന് ചിന്തിച്ച് നിങ്ങൾക്ക് അതിനൊരു പ്രിക്കോഷൻ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രേഡ് എടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. മനസ്സിലായോ? അല്ലാതെ ഇങ്ങനെ നമ്മൾ ചുമ്മാ കണ്ണും അടച്ച് PO CEO തൊട്ട് കളിച്ച് നിങ്ങളുടെ പൈസ വെറുതെ കളയരുത്. എനിക്ക് ഇന്ന് ഒത്തിരി പേർ പൈസ പോയി, എനിക്കറിയാമല്ലോ. എനിക്ക് പലരും മെസ്സേജ് അയച്ചു. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ട്രേഡ് ഇല്ലാത്ത മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. ചെയ്തില്ലെന്നേ ഉള്ളൂ. മാർക്കറ്റ് ഇവിടെ നാളെ ഉണ്ട്, മറ്റന്നാളും ഉണ്ട്, അടുത്ത വർഷമുണ്ട് മാർക്കറ്റ്. പക്ഷെ മാർക്കറ്റ് നിങ്ങൾ നാളെ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, മാർക്കറ്റിന് നമ്മളെ വൈപ്പ് ചെയ്ത് ദൂരെ കളയാൻ പറ്റും. മനസ്സിലായോ? നമ്മൾ നാളെയും മാർക്കറ്റിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മസംയമനം പാലിക്കണം. ആത്മസംയമനം പാലിച്ച് ട്രേഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ മാർക്കറ്റിന് പുറത്തു പോകും. മാർക്കറ്റ് ഇവിടെ കാണും, പക്ഷെ നിങ്ങൾ മാർക്കറ്റിന് പുറത്തു പോകും. അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമുക്കിനി നാളെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, 23,000 ഒരു സപ്പോർട്ടാണ്. ഓക്കെ, അടുത്ത സപ്പോർട്ടെന്ന് പറഞ്ഞാൽ 22,788 ഞാനിവിടെ വരച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, 22,788 അടുത്ത ടാർഗറ്റ്, അടുത്ത താഴോട്ടുള്ള ടാർഗറ്റ്. ഇതിന് ശേഷം താഴോട്ട് ഞാൻ വരയ്ക്കുന്നില്ല. ഓക്കെ, 22,788 അവിടെ നിൽക്കട്ടെ. അതിന് താഴോട്ട് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അവിടം വരെ ഉള്ളൂ എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇത് നമ്മുടെ അടുത്ത ക്രൈറ്റീരിയ, നമ്മുടെ ഫില്ലിങ്, നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത് ഈ 2 ലൈനാണ്. ഓക്കെ, ഈ 2 ലൈനാണ് നമ്മുടെ റേഞ്ച്. മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യണം. ഇതൊന്ന് വരച്ച് നോക്കിക്കോട്ടെ. ഈ ലെവലുകളൊക്കെ നിങ്ങൾ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഒന്നും ചെയ്യാനില്ല. ഒരു മാറ്റവും ലെവലുകളിലേക്ക് വരുത്തണ്ട. ഓക്കെ, ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ഇത് വേണമെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യാം. നമുക്ക് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, ഇതങ്ങനെ ഇരുന്നോട്ടെ. ഇവിടുന്ന് ഇങ്ങോട്ട് ഒറ്റ ഒരെണ്ണം ഞാൻ വരയ്ക്കുന്നുള്ളൂ, ഒരെണ്ണം. ഓക്കെ, അതിന് ശേഷം വേണമെങ്കിൽ ഞാൻ അന്നേരം മാർക്കറ്റിൽ അന്നേരം ലൈവായിട്ട് വരച്ച് തരാം. ഓക്കെ, തൽക്കാലം ഇതങ്ങനെ നിൽക്കട്ടെ. വേണമെങ്കിൽ 22,500 വേണമെങ്കിൽ ഒരെണ്ണം, വേണ്ട അത് വരയ്ക്കുന്നില്ല, അങ്ങനെ ഇരിക്കട്ടെ. അന്ന് പറഞ്ഞ് താഴോട്ട് പോകത്തില്ല എന്ന് അർത്ഥമൊന്നുമില്ല, ബട്ട് ഞാൻ വരയ്ക്കുന്നില്ല. ഓക്കെ, 22,788 ഒറ്റ ഒരു വരയെ വരയ്ക്കുന്നുള്ളൂ. ഓക്കെ, ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മുകളോട്ട് നമുക്ക് ബാക്കി കാണുന്ന ലൈനുകൾ. ഓക്കെ, ഒന്ന്
കണ്ട് നാളെ ട്രംപും മോഡി അണ്ണനും തമ്മിലുള്ള മീറ്റിംഗ് ഉണ്ട് നാളെ. ഓക്കെ, അപ്പം നാളെ അവരെന്താണ് മാർക്കറ്റ് ഇപ്പോൾ ഇത്രയും പൊട്ടി നിൽക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഏതെങ്കിലും രീതിയിൽ ഞാൻ എന്നും ഇത് പറയുന്നതാണ്, പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുക. അത് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ആരും പൊങ്കാലയിടാനൊന്നും വരണ്ട. ഞാൻ പറയുന്നൊരു ഉദ്ദേശം വെച്ചാൽ നാളെ ഏതെങ്കിലും രീതിയിൽ ഒരു പോസിറ്റീവ് ട്രിഗർ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കമൻറ്റ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മാർക്കറ്റ് ഇവിടുന്ന് ഒരു 300-400 പോയിൻ്റ് പറക്കാൻ വലിയ താമസമൊന്നും വേണ്ട. ഓക്കെ, അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നിപ്പം ട്രംപ് ഈ താരിഫൊക്കെ പ്രഖ്യാപിച്ചല്ലോ, പക്ഷേ ഓസ്ട്രേലിയ അതിനകത്ത് നിന്ന് ഒഴിവാക്കി. അതിൽ നിന്ന് അവർ ഒഴിവാക്കി. അപ്പം അങ്ങനെ ഒരു സിനാരിയോ വല്ലതും വന്നാൽ, ഇന്ത്യയെ ഭയങ്കര താരിഫ്, അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനത്തിന് നല്ലപോലെ താരിഫ് അടിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അത് അവരുടെ ഫിനാൻസ് സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അപ്പം നമ്മൾ നല്ലപോലെ ടാക്സ് അടിക്കുന്ന കൺട്രിയാണെന്ന് അവർക്ക് ഓൾറെഡി അറിയാം. പക്ഷെ നാളെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഇന്ത്യക്കാർ കുറേ സാധനങ്ങളുടെയൊക്കെ ടാക്സ് കുറച്ചിട്ടുണ്ട്. അമേരിക്കയുടെ അവിടെ നിന്ന് ഇമ്പോർട്ട് സാധനങ്ങൾ കുറച്ചൊക്കെ താരിഫ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവ് മൂവ്മെൻ്റ് ആയിട്ട് കണ്ടുകൊണ്ട് ഫർദർ മോദി പറയുകയാണ്, ഞങ്ങൾ ഇനിയും താരിഫ് കുറയ്ക്കാം, ഞങ്ങൾ ഇനി ആക്ഷൻ എടുക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതൊക്കെ വെച്ചുകൊണ്ട് ട്രംപ് ഏതെങ്കിലും രീതിയിലൊരു പോസിറ്റീവ് ഇന്ത്യയെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീണ മാർക്കറ്റ് ഇതുപോലെ തന്നെ തിരിച്ചു പറക്കും. അപ്പം നമ്മൾ അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. കൃത്യമായ ഇടവേളകളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് ഇടുക. നമ്മൾ ന്യായമായിട്ടുള്ളത് കിട്ടുമോ ബുക്ക് ചെയ്തോ മാറാൻ നമ്മൾ ശ്രമിക്കണം. ഓക്കെ, അല്ലാതെ ഇന്നിപ്പോൾ മാർക്കറ്റ് വീണ പോലെ തന്നെ നാളെ അതുപോലെ തിരിച്ച് കയറണം, ഞാൻ ഈ പറഞ്ഞ് കയറണം നിർബന്ധമൊന്നുമില്ല. പക്ഷേങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു പോസിറ്റീവ് ട്രിഗർ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അതിനെ വളരെ കാര്യമായിട്ട് എടുക്കും, മാർക്കറ്റ് തിരിച്ചു പറക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അത് നമ്മുടെ മനസ്സിൽ ഇരിക്കണം. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് 23,000 പ്രധാനപ്പെട്ട സപ്പോർട്ടാണ്. അത് പൊട്ടിയാൽ 22,788 അടുത്ത സപ്പോർട്ട്. US മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റാണ് ട്രേഡ് ചെയ്യുന്നത്. ഡൗ ജോൺസ് ഗ്രീനിലാണെങ്കിലും ഒരു ഫ്ലാറ്റ് ട്രേഡിംഗ് ആണ് ഇപ്പം നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നാളെ എങ്ങനെയാണ് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ആണെങ്കിൽ 23,185 ഒക്കെ നിലവിലത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 10-60 പോയിന്റിൽ ഗ്യാപ്പ് അപ്പിലുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ആ ഗ്യാപ്പ് അപ്പൊക്കെ സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ലയോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നാളെ എങ്ങനെയാണ് രാവിലത്തെ ഓപ്പണിംഗ് എന്ന് കണ്ടറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ. ഒത്തിരി നീണ്ടുപോയി. അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്ന. എല്ലാവരും സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. എല്ലാവർക്കും ശുഭരാത്രി.